ഗൈസ് ഞാൻ ഇന്ന് ഫുൾ ബോഡി വാക്സ് ചെയ്യാൻ പോകുന്നു. അപ്പൊ കുറെ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് 11 ദിവസമായി. അതുകൊണ്ട് ആന ഇന്ന് എന്നെ ട്രാൻസ്ഫോമർ ആക്കാൻ പോകുന്നത്. ട്രാൻസ്ഫോമർ ഗൈസ് ഞാൻ ഇന്ന് ഫുൾ ബോഡി വാക്സ് ചെയ്യാൻ പോകുന്നു. അതിന്റെ എത്രയോ ദിവസത്തെ ആഗ്രഹമാണ്. പിന്നെ പിന്നെ ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്തിനു സമ്മതിച്ചു? ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ ഇവിടെ പെട്ടെന്ന് കളിയാക്കും. ഞാൻ കൊച്ചിയിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്നു. ഇത് കണ്ടന്റിന് വേണ്ടിയാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. ആര് പറഞ്ഞു പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് ഇപ്പൊ പറയും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് സേഫ് ആവാൻ വേണ്ടിട്ട്. ഇത് ഒരെണ്ണം വെക്കുമ്പോ തന്നെ ഭയങ്കര വേദനയായിരിക്കും. ഫുൾ ബോഡി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിന്റെ ബോഡി ഫുൾ ഒട്ടിച്ച് പിന്നെ കൊല്ലാൻ പോകുന്നു. നോർമലി ഒരെണ്ണം വെക്കുമ്പോ നല്ല വേദനയാണോ? ഇല്ല. ഈ കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഞാൻ നെഞ്ചിന് ജസ്റ്റ് ഒരു മുടിയൊക്കെ വളർത്തി, അതറിയാമോ? ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, ഞങ്ങൾ ബ്രാൻഡെല്ലാം മാറ്റി കളഞ്ഞു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അഭി കിടക്ക്. നീ ഞാൻ ബോഡി ബിൽഡിങ്ങിന് ഷഡ്ഡിട്ട് നിന്ന് എന്നിട്ടാണ് ഇവിടെ എല്ലാം മുടിയുണ്ടോ? ഇതൊക്കെ വളർത്തിയത് പാപ്പത്തിന് താഴെ. സ്വർണ്ണങ്ങളൊക്കെ മാറ്റി വെക്കണം. നെഞ്ചിനകത്ത് ലാലേട്ടൊന്നുമില്ല, കുറച്ച് മുടി മാത്രമേ. ഞാൻ കച്ചത്ത് മുടി എടുക്കാൻ പറയുന്നത് ഇല്ല, കച്ചത്തൂടെ മാത്രം. എടുക്കുമ്പോ എല്ലാം എടുക്കണം. അഭിന് ഇന്ന് നമ്മളൊരു ആക്ക് ഇപ്പഴേ ഒട്ടിച്ചെക്കാതെ ഇല്ലാത്ത കേട്ടോ. ഡബിൾ മീനിങ്ങിനൊക്കെ പറയാനാ. അപ്പൊ അഭിന് ബെഡിൽ കിടന്ന് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ ആവട്ടെ. ശരിക്കും പറഞ്ഞാൽ അഭി ഇത് ചെറിയ കാര്യമൊന്നും അല്ല, നല്ല വേദനിക്കും. നമുക്ക് എത്ര വേദന ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യം ഒരെണ്ണം വെച്ചോക്കാം. എന്തൊരു ഒരെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇരിക്കണേല്. ഒന്നില് രണ്ടെണ്ണം ഇരിക്കും. മുടിയുള്ള സ്ഥലത്തേക്ക് വെക്കണം. അതല്ലേ കൊള്ളാം. ഒട്ടിക്കണേ. ഞാൻ കഴിഞ്ഞേ ഇത് വച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ എന്തൊക്കെയല്ലേ എടുക്കേണ്ടത്? ഇല്ല 15 മിനിറ്റ് അങ്ങനൊന്നും ഇല്ല. വച്ച അപ്പ തന്നെ നമുക്ക് വലിച്ചിളക്കാം. ഞാൻ റെഡി ആയിട്ട് ചാടാതെ 3, 2, 1. എന്റെ കോൺഫിഡൻസ് നിക്കി. നീ റെഡി ആയിട്ട് സ്റ്റാർട്ട് പെട്ടെന്ന് വലിക്കി. റെഡി 1, 2, 3, 4. ഇവന് നല്ല മുടിയുണ്ട്. അഭിന് ഇതുവരെയും ഷേവ് ചെയ്തിട്ടില്ലാത്തോണ്ട് 3, 2, 1 go. അവന് ഇഷ്ടമല്ലാത്ത ഈ ലിക്വിഡ് ഒരു രക്തമില്ല. പോണം. പെണ്ണുങ്ങളുടെ കൈയായി. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തുള്ളി രക്തം അവന് വിചാരിക്കണ പോലെയല്ല, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാം. പക്ഷേ എല്ലാം മുടി പോയാ ഇപ്പൊ മനസ്സിലായില്ല വേദന എങ്ങനെയായിരിക്കും. ഒരെണ്ണം എടുത്തപ്പോഴും ഇത്ര വേദന. ബോഡി ഫുള്ള് എടുത്ത ആള് ചാവും. അതുകൊണ്ട് നമ്മള് ചെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ഫുൾ ബോഡി എന്നാണ് നമ്മൾ പറഞ്ഞത്. കൈ ഇത്ര മുടി തന്നെ ഉണ്ട്. കാലൊക്കെ എടുത്ത കാല് കീറിപ്പോവും. മിണ്ടാരാ കച്ച കാടി. അടുത്ത് നമ്മൾ 2 എണ്ണം വലിച്ചെടുക്കാം. ഓക്കെ, നീ പേടിക്കാതെ. ഞാൻ തിരിഞ്ഞെടുക്കാൻ നേഴ്സുമാർക്ക് ഇൻഡീസ് ആക്കിയില്ല. നീ അതുപോലെ മുടിയിൽ കൊണ്ടിട്ടിച്ചേക്കാം. ഞാൻ ഈ കളിക്കില്ല. പിന്നെ എത്ര പേരെ കണ്ടിട്ടൊന്നും അറിയാമോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണത്? അപ്പൊ അടുത്ത് നമ്മൾ അഭിന് ഇപ്പൊ വേദനിച്ചെന്ന് പറഞ്ഞോണ്ട് അടുത്ത് നമ്മൾ വേദനിക്കാൻ കുറച്ച് ചാൻസ് നമുക്ക് തൊടയിൽ അങ്ങോട്ടിക്കാം. രണ്ടെണ്ണല്ലേ ഇത് നല്ല ബോയ്സ് ചലഞ്ചാണ്. നമ്മൾ ഇങ്ങനെ നല്ലെണ്ണം ആക്കിയാൽ തന്നെ നിറയെ മുടി വരും. എത്ര മുടി വേണേലും വലിച്ചെടുത്തോ. പേടിപ്പിച്ചെടുക്കും. നീ പെട്ടെന്ന് വലിച്ചെടു. അയ്യേ നീ ഒരു ആണി എന്നടാ അവിടെ ഇരിയടാ.
നല്ല രസം. ഇങ്ങനെ മേടിച്ച എങ്ങനെയാ ഇത് കൊള്ളാം. രണ്ട് കക്ഷത്തിലടിച്ച് ഇങ്ങനെ വെച്ചു. കച്ചത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മ പറഞ്ഞു മോന്റെ കക്ഷത്തിലുള്ള എടുത്തു കൊടുക്കും. എനിക്ക് റെസ്റ്റ് കുറച്ച് പറ്റുന്നില്ല. അബിന്റെ ചീക്കൊക്കെ ചുവന്ന ശരി. ഞാൻ പറയട്ടെ, ഇവിടെ ഒട്ടിച്ച സ്ഥലമൊക്കെ എവിടെയെങ്കിലും വയ്ക്കുമ്പോ അവ ഒട്ടിയിരിക്കണം. അത് അതിന്റെ ഇത് ലിക്വിഡ് കൈതാ കണ്ടാ ഫുൾ. ഞാൻ രാത്രി ഉറങ്ങിയ രാത്രി ഉറങ്ങിട്ട് രാവിലെ എഴുന്നേക്കുമ്പോ സീറ്റ് ഫുൾ അതൊക്കെ മാറ്റി തരാനൊക്കെ എനിക്കറിയാം. എനിക്കൊരു പെണ്ണായി പഠിക്കുന്ന കേട്ടാ, സീരിയസ് ആയിട്ട് എനിക്ക് പെണ്ണായി പഠിക്കുന്നത്. നീ കൈ വക്ക്. നോ വേ. ഇവിടെ കാലൊക്കെ എടുത്തിട്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രം കച്ച എടുക്കും. അതിന്റെ നെഞ്ചിലടിക്കട്ട ഒരു ബന്ധമില്ലാതെ പോണു. ഇവിടെ ഒരു ഇവിടെ കണ്ട എടുത്ത് ലാസ്റ്റ് ഈ ചലഞ്ച് അറിയാതെ പകുതിയിലെല്ലാം നിന്ന് പോയാൽ ഇവിടെ ഓട്ടമായിട്ട് കിടക്കും. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ വരാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വരാം. എല്ലാ ബിൻമോന്റെ ആഗ്രഹം ഇത്രയും തന്നെ എടുക്കണം. ഷോർട്ട്സ് ഇടുമ്പോ കറക്റ്റായിരിക്കും. എന്താ ഇങ്ങനെ ഒരു ലെവലില്ലാതെ പോണ്. സാധാരണ ഇതൊക്കെ നേരെ വരേണ്ടതാണ് അവന്റെ കാര്യം. നിറയെ ഒട്ടിയിട്ട് ഒന്നും തന്നെ ഒടിച്ചെടുക്കണ്ട. ഒരു വേദന വെച്ച് കുറെ സഹിക്കണാണോ ഒരുമിച്ച് സഹിക്കണാണോ നല്ലത്? ഇല്ലേ, ഒരുമിച്ച് സഹിക്കാം. ഇവിടെയൊക്കെ ഒട്ടിക്കേണ്ടി വരില്ലേ ഇനി? ഞാൻ ഭംഗിയിട്ടാണ്. അടുത്ത കാല് ഒന്നും പറയാനും തോന്നണില്ല. എനിക്ക് വല്ല പറ്റിയ എന്നെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി ഞാൻ ഇപ്പഴേ കരാർ വെച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി എനിക്ക് എന്തായാലും പറ്റിയ എനിക്ക് AC റൂം മസ്റ്റ് ആണ്. ഇപ്പഴേ പറഞ്ഞായി. അബിന് ഇത് ഗേൾസ് ആണ് പിങ്ക് കളർ വയ്ക്കുന്നത്. അതുകൊണ്ട് അബിന്റെ ആഗ്രഹം ബ്ലൂവും പിങ്കും. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുന്നില്ല. എനിക്ക് അതിനെ വഴക്ക് പറയാനാണ് തോന്നുന്നത്. നീ വഴക്കുറ ധൈര്യം വഴക്കുറയടാ. എനിക്ക് വലുതായിട്ട് വല്ല വേദനിച്ച പോലെ എന്താന്ന് വലുതായിട്ട് വേദനിച്ചാൽ എനിക്ക് നിറയെ മുടി വരണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആക്കണം. ആക്സിഡന്റ് ആയിട്ട് കാലിനുള്ളിൽ പ്ലാസ്റ്റർ ഇട്ടേക്കണം. ഒരു ലെവലില്ല പോണി. ഓ ലെവലിൽ നീ ഒട്ടിയിരുന്ന നമുക്ക് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ പാവമല്ലേ എന്ന് പറഞ്ഞിട്ട് ഡീസന്റ് ആയിട്ട് എല്ലാം ഡിസ്കോ. ഈ ചലഞ്ചില് ഞാൻ വായ തുറക്കത്തില്ല. ഇത്ര ഒട്ടിച്ചിരിക്കണേ ഓർത്ത ഒരെണ്ണം അടിച്ച ഭയങ്കര വേദനയായിരുന്നു. ഇത്ര ഒട്ടിച്ചിരിക്കണേ ഞാൻ വായ തുറക്കത്തില്ല. ഞാൻ ഇത് ചലഞ്ച് വെക്കുന്നു. ഉറപ്പാണേ? റെഡി റെഡി റെഡി. ഓക്കെ ഓക്കെ. ഞാൻ ചലഞ്ച് വെക്കുന്ന പറഞ്ഞാൽ ചലഞ്ച് വെക്കും. 3, 2, 1. എടുക്ക്. അത് നല്ല കൊള്ളി. അത് നല്ല കൊള്ളി. പെട്ടെന്ന് എടുക്കാനേ മോളെ. എത്തുമോ മുട്ടിലൊട്ടിക്കാണ്ടിരുന്നതാണ്. വലിക്കനാബി ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വലിക്കാൻ തോന്നുന്നില്ല. കരച്ചു പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല. അവന്റെ മുഖം തക്കാളി വലിച്ചവന്ന് നീ സങ്കടപ്പെടണ്ട. എല്ലാ പെണ്ണുങ്ങളും എല്ലാ മാസം ഇങ്ങനെയൊക്കെ വലിക്കും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാൻ സൗണ്ട് വെക്കത്തില്ല. സൗണ്ട് വെക്കത്തില്ല. അത് ചലഞ്ചാണ്. റെഡിയല്ല ഞാൻ പോയിട്ട് നാളെ വരാം. ചലഞ്ചാണ്.
വേദനിക്കുന്നു, പക്ഷെ നല്ല വലിയ വേദനിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സൗണ്ട് വെക്കുന്നില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഓരോ പെൺകുട്ടികളുടെ എന്തുകൊണ്ടാണ് ഇത്ര മുടിയൊന്നും തന്നിട്ടില്ലല്ലോ, എന്നാലും വേദനിക്കും. അടുത്ത കാര്യം. ഓക്കെ, അടുത്ത കാര്യമില്ല, ഗ്യാപ്പൊക്കെ വലിയത് വേണം. അടുത്ത് നമ്മൾ അബിന്റെ കയ്യിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. നല്ല വേദന ഉണ്ട് കേട്ടാ. പക്ഷെ നമ്മൾ ചലഞ്ച് വെച്ചാണ്, നമ്മൾ ഫുൾ എടുത്തിരിക്കും. എടുക്കണേ, ഒട്ടിക്കാം. ഷുഗർ ബേബി, ഷുഗർ ഷുഗർ ബേബി. ഒരുമിച്ച് തന്നെ എടുക്കേ. ഓ, എനിക്ക് പേടിയായിട്ടിരിക്കുന്നു. ഇവരെ കണ്ടേ പേടി എനിക്ക്. കാലിലുള്ള വേദന ഇതുവരെ മാറിയില്ല, പക്ഷെ കയ്യിൽ ഇവിടെ കൂടെ എടുത്തിട്ടാണ് അബി. ഇവിടെ കുറച്ച് മുടി വലിക്കണേ. രണ്ടെണ്ണം ഒരുമിച്ച് വലിക്കാം, അപ്പൊ ഒറ്റ വലിക്ക് വേദന പോകും. റെഡി? കയ്യിൽ അധികം വേദന കാണൂലടാ അബി. ഇത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അഴിച്ചടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അവിടെ എടുത്ത സ്ഥലത്ത് ജെല്ലിരിക്കുന്നു, ജെല്ലും കൂടെ വലിച്ചെടുക്കായിരുന്നു നമുക്ക്. അത് ഇങ്ങനെ തന്നെ. അത് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ മുടി എടുത്ത ഇവിടെ ജെല്ലിരിക്കുന്നു. നോക്കൂ, എന്ത് അത് ഒട്ടണ സാധനം. അബിന്റെ ഈ കൈ ഫുള്ള് നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, റെഡി? അത് കണ്ണടച്ചിരുന്നാൽ മാത്രം മതി, ഞാൻ എല്ലാം എടുത്തു തരാം. ഓക്കെ, കണ്ണൊന്നും അടക്കില്ല. എടുത്ത ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇരുന്നാൽ നമുക്ക് എല്ലാം എടുക്കാം. എടുത്ത സ്ഥലത്തൊക്കെ വീട്ടോട്ട് ചേർന്ന് എങ്ങനെയുണ്ടാ ഇത് മുടിയെ കൊട്ടിയിരിക്കും. ഞാൻ അതൊരു ലെവലില്ലാതെ എടുത്തോണ്ട് അങ്ങനെയൊക്കെ ആയത്. ബാക്കിയൊക്കെ അത് ഏറെ കൊള്ളുന്നില്ല മുടിയില്. ജെല്ലാണെന്ന് തോന്നുന്നു. ചുമന്നിരിക്കുന്നു. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നതിന്റെ മിണ്ടാതിരി, ഒരു കണ്ടന്റും കൊണ്ട് വന്നോളൂ. അടുത്ത് എവിടെ മുടി എടുക്കുന്നത്? ഓക്കെ, നമ്മൾ അബിന്റെ നെഞ്ചിൽ ഒട്ടിക്കാൻ പോണ്. നെഞ്ചില് നമ്മള് ഒരെണ്ണം വെച്ച് എടുക്കും. ഇത് എങ്ങനെ ഏത് ആംഗിൾ ഒട്ടിക്കണം? കാരണം ഇവന്റെ ട്രയാംഗിളിൽ ഇരിക്കണം. ജിമ്മിന് പോയപ്പോ നീ എങ്ങനെയാടാ ഈ മുടിയൊക്കെ കളഞ്ഞ? പിന്നെ അതന്ന് ഷേവ് ചെയ്ത് കളഞ്ഞു, ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ 2-3 കീറൽ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഷേവ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒന്നും വലിക്കരുത്. ഒട്ടിക്കണേ. നമ്മൾ വലിയ ആക്രാന്തമൊന്നുമില്ല, നമ്മൾ പയ്യെ എടുക്കുന്നു അനിമോളെ. എനിക്ക് കാരണം എന്റെ ചെസ്റ്റ് ആർക്കെങ്കിലും എനിക്ക് കൊടുക്കാനുള്ള. ഇത് കണ്ട അവര് ഓടും. സെൻസിറ്റീവ് സ്കിന്നാണ്. ഗേൾസ് ചെസ്റ്റിന് വാക്സ് ചെയ്യത്തില്ല. ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കൈയെടുത്താൽ അപ്പൊ അതിന്റെ ചുണ്ട് വരെ ചുമന്ന്. ഇനി ഞാൻ ചത്ത്. ഇവരെ അമ്മ നാളെ എന്നെ കണ്ട ഓട്ടിച്ചുവിടും. ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയില്ലേ? ആ വീഡിയോ കണ്ടതിന് ശേഷം അഭിലാഷമ്മക്ക് ഇപ്പോഴും പറയും, ഇനി ആ വീഡിയോ മാത്രം നോക്കത്തില്ല, ഇനി ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കും. നീ സന്തോഷിച്ചിട്ട് പറയും ആനിവാവല്ല ഇതിന് കാരണം. നമ്മളിതൊക്കെ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റിൽ എടുക്കുന്നത്, നമ്മൾ ആ വൈബിൽ എടുക്കുന്നതേ ഉള്ളൂ. അതെ അതെ, എല്ലാം ഒറ്റ മൈൻഡ്. ഇതൊക്കെ എന്ത് അടുത്ത് നമുക്ക് അക്ഷത്ത് ചെയ്യാം. ഒരു നനഞ്ഞ തുണി കോട്ടൺ പഞ്ഞി കൂടെ എടുക്ക്. നിന്നെ പൊതിഞ്ഞു മൂടാനാ. റെഡി? റെഡിയാവുന്നു. ഞാൻ എന്നാട്ടാ? റെഡി, 1 2 3 ഞാൻ കരയണല്ല, ഞാൻ അറിയാതെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അബിന്റെ ആനന്ദ കണ്ണീരാണ് കഴിച്ചത്. ചുമ്മാ ആക്ട് ചെയ്യല്ലേ, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ വേനിക്കൂല. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ഒന്നും ഇങ്ങനെ അഭിനയിക്കുന്നതല്ല ഗൈസ്. ധൈര്യം ഉണ്ട് ഇങ്ങനെ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്ക്, അപ്പോഴേ അറിയാതിന്റെ വേദന.
ഒരു ആവേശത്തിന് പുറത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ചെയ്തു നോക്ക് ഗൈസ്, ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ടയച്ചു ഗൈസ്. ഇത്ര വേദന ഉണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് നിന്റെ കഷ്ടപ്പാട്. കഷ്ടപ്പാടിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും വരാം. കഷ്ടപ്പാട് അതുകൊണ്ട് നമുക്കിത് ഫുള്ള് വാക്സ് ചെയ്യാം. ഇനി എന്റെ എല്ലാം ഇനി എന്റെ എല്ലാം കഴിഞ്ഞ് ഇനി വാക്സ്